ഹായ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് LDC ലോജിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും ചില ആൾക്കാർ 10-15 മാർക്കിനായിരിക്കും നമ്മൾ കയറാതെ വരുന്നത്. അപ്പം നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസും ചെയ്യണം. സോ അറിയാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ ലോജിക്കലി കൃത്യമായിട്ട് എത്താം എന്നുള്ളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. ഈ വട്ടം PSC നടത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത്. സോ നമ്മൾ അതല്ലാതെ തന്നെ PSCയുടെ PYQ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് വേറൊരു കോഴ്സൂടെ വരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യം ആണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A അമേരിക്ക, ഓപ്ഷൻ B ഇന്ത്യ, ഓപ്ഷൻ C ചൈന, ഓപ്ഷൻ D റഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വാക്കുണ്ട് ഡിജിഡോഗ്. ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യ ഇതുപോലത്തെ ഒരു റോബോട്ടിക് പട്ടിയെ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ പേരെന്തായിരിക്കും ഇടാൻ ചാൻസ്? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, പുഷ്പക്, വിക്രാന്ത്, ആദിത്യ L1, ചന്ദ്രയാൻ, നമ്മുടെ പേരുകൾ, ഇന്ത്യൻ പേരുകളായിരിക്കും നമ്മളൊരു അങ്ങനത്തെ ഒരു പട്ടിയെ ഉണ്ടാക്കുകയാണ് ഇടുന്നത്. സ്വാഭാവികം. ഓക്കെ. ഇപ്പോൾ ചൈനയുടെ കേസിലാണല്ലോ, ചൈന തിയാങ്, അങ്ങനത്തെ ഉള്ള പേരുകളായിരിക്കും ചൈന അവരുടെ പേരുകളായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് ഓൾറെഡി ഈ ഇംഗ്ലീഷിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവരുടെ പേരിടാനായിരിക്കും പൊതുവിൽ അമേരിക്കയ്ക്ക് എഗെയിൻസ്റ്റ് ആണ് അവർ. സോ അവരുടെ പേരിടാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. പിന്നെ നമുക്ക് ഓപ്ഷനുള്ള A ആണ്. A അമേരിക്കയാണ്. സോ അവരുടെ നേറ്റീവ് ലാംഗ്വേജും ഇംഗ്ലീഷാണ്. സോ ഇവിടെ ലോജിക്കലി ഈ ഉത്തരം A ആണ്. സോ നമ്മുടെ ആൻസറും A തന്നെയാണ്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത്ര സിമ്പിളാണ് കാര്യം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സാധാരണഗതിയിലെ ക്വസ്റ്റ്യനെക്കാട്ടിൽ ഇതിനൊരു മാറ്റമുണ്ട്. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു. സോ നമ്മൾ ഓപ്ഷൻ നോക്കും. ജവഹർലാൽ നെഹ്റു ഉണ്ടെങ്കിൽ അത് ടിക്ക് ഇടും. അല്ലെങ്കിൽ ഇവയൊന്നും ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യും? പുള്ളി ഇല്ലെങ്കിൽ ടിക്ക് ചെയ്തങ്ങ് പോകും. അതാണല്ലോ. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ക്വസ്റ്റ്യനിലോട്ട് കടന്നിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഒന്നുകൂടെ ഇതൊന്ന് നോക്കിക്കേ. പ്രയാസമേറിയ ദൗത്യം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പ്രയാസമേറിയതെന്നും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അപ്പം എന്താണ് അത് ഡിനോട്ട് ചെയ്യുന്നത്? അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് പ്രയാസമേറിയ ദൗത്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രയാസമേറിയതെന്നാണ് ചോദിച്ചേക്കുന്നത്. കിട്ടിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഓക്കെ. അപ്പം ഈ ചോദ്യം പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് പോകുന്ന ടൈപ്പല്ല. നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ആൻസർ ചെയ്യണം. അതായത് ഈ D എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു റോളും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായപ്പം? അപ്പോൾ ഓക്കെ, നമുക്ക് ഓപ്ഷൻ്റെ അകത്തോട്ട് എടുക്കാം. ഓപ്ഷൻ A പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ. അതായത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ നമുക്കൊരു ഡാം ഉണ്ടാക്കണം. സോ അപ്പം ആ ഏരിയയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ആ ഏരിയയെക്കുറിച്ച് പഠിച്ചിട്ട് അതിന് ആർച്ച് ഡാമാണ്, ഏത് രീതിയിലുള്ളതാണ്, എത്ര പേര് ഒഴിപ്പിക്കണം, അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. സോ അതൊരു പ്രയാസമേറിയ കാര്യമാണ്. അടുത്ത ഓപ്ഷൻ B ലക്ഷ്യം നിശ്ചയിക്കൽ. സോ ഇതുകൊണ്ട് എത്ര പേർക്ക് വെള്ളം കിട്ടും, അല്ലെങ്കിൽ വൈദ്യുതി എങ്ങനെയാണ് എന്നുള്ള ലക്ഷ്യം നിശ്ചയിക്കൽ ഒരു പ്രയാസമേറിയ കാര്യമാണ്. ഓപ്ഷൻ C സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൂന്നെണ്ണത്തിൽ തന്നതിൻ്റെ അകത്ത് ഏറ്റവും പ്രയാസകരമായ കാര്യം ഏതാണ്? സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം അല്ലേ? അതെങ്ങനെയാണ്? ഇപ്പം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് പ്ലാൻ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ലക്ഷ്യം നമ്മൾ ഇത്ര രൂപ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷേ ഇതിനെല്ലാം മൂലം എന്താണ്? ഈ C എന്ന് പറയുന്ന സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമാണ്. സോ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ഏറ്റവും പ്രയാസമുള്ള C എന്നുള്ള രീതിയിൽ നമ്മൾ ഉത്തരത്തിലോട്ട് എത്തുന്നു. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണിത്. പക്ഷേങ്കിൽ നിങ്ങൾ ഈ രീതി വായിച്ചില്ല, ചിലർ എന്ത് ചെയ്യും? വിട്ടുകളയും. കാരണം സാധാരണഗതിയിൽ നമ്മുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഗൈഡിനകത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല. സോ അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിട്ടുകളയാൻ ചാൻസ് ഉണ്ട്. സോ ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും വിട്ടുകളയല്ല. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ A ജീവനം, ഓപ്ഷൻ B സമന്വയ, ഓപ്ഷൻ C സുനീതി, ഓപ്ഷൻ D മന്ദഹാസം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഇപ്പം നമുക്കറിയാം ഇതൊരു വെബ് പോർട്ടലാണ്. സോ ഇത് വെബ് പോർട്ടലാണെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും മിനിസ്ട്രി ഇറക്കിയാൽ പറയും. ഇപ്പോൾ IT മിനിസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ പല മിനിസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവർ ഇറക്കാതെ ഈ സാമൂഹ്യനീതി വകുപ്പ് എന്തിനിത് ഇറക്കി? ഒരു ചോദ്യമല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. സാമൂഹ്യനീതി വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് സാമൂഹ്യനീതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കത്തില്ലേ? ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് സാമൂഹ്യനീതി അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് ഇതിനകത്ത് ഈ ഓപ്ഷൻ്റെ അകത്തുള്ളത്?
അപ്പം നമുക്ക് ഓപ്ഷൻ ജീവനം, സംതിങ് ജീവനം, ഓക്കെ ഫൈൻ. സമന്വയ, ഓക്കെ സമന്വയിപ്പിക്കുക, കൂട്ടിയോജിപ്പിക്കുക എന്നൊക്കെ ആയിരിക്കും. ഓക്കെ മന്ദഹാസം എന്നൊക്കെയാണ് പറയുന്നത്. സുനീതി എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് കാണിക്കുന്നുണ്ട്, സുനീതി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ സംതിങ് നീതിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇതിനകത്തോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഈ സാമൂഹ്യ നീതി വകുപ്പല്ല, വേറെ ആരിലും ഈ വെബ് പോർട്ടലാണ് അവർ ആ പേര് വേറെ രീതിയിലാക്കിയാണ്. സോ മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക്കലി ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതു മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമവാഴ്ച എന്ന ആശയം. ഓക്കെ ഫൈൻ. നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ആൻഡ് സി ഡി നോക്കിയേ, ഓപ്ഷൻ ബി സി ഡി നോക്കിയേ. അനുച്ഛേദം 15 ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും എക്സെട്ര പേരിലുള്ള വിവേചനത്തിനെതിരെ എന്ന് പറയുന്നത്. സോ സംതിങ് റിലേറ്റഡ് ടു വിവേചനത്തിനെതിരെ. അടുത്ത് നോക്കി അനുച്ഛേദം 16 അവസര സമത്വ നിഷേധത്തിനെതിരെ എന്നാണ് പറയുന്നത്. സോ അതും ഒരു തരം വിവേചനമല്ലേ, വിവേചനത്തിനെതിരെ അല്ലേ, ഒരാളെ മാറ്റി നിർത്തുന്നു, അവയൊക്കെ അവസരം കിട്ടാതെ വരുന്നു. ഓക്കെ, അടുത്ത അനുച്ഛേദം 17 അയിത്താചാരണത്തിനെതിരെ എന്നാണ് പറയുന്നത്. അതൊരു വിവേചനമല്ലേ. സോ ഈ മൂന്നും ഡിനോട്ട് ചെയ്യുന്ന ഒരു വിവേചനം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. നിങ്ങൾ അത് മനസ്സിലാക്കിയോ? സോ എക്സ്പ്ലിസിറ്റ്ലി നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്ക് വേണ്ടി, അങ്ങനെ നിയമവാഴ്ച നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലിസിറ്റ്ലി നിൽക്കുന്നത് ഈ ആർട്ടിക്കിൾ 14, അതായത് അനുച്ഛേദം 14 എന്നുള്ളതാണ്. അത് നമുക്ക് സിമ്പിളി കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതല്ലാതെ വേറെ പല രീതിയിലും ചിന്തിക്കാം. ജസ്റ്റ് ഞാൻ വേറൊരു രീതിയും കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഓപ്ഷൻ ബി നോക്കി, അനുച്ഛേദം 15 ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം ബ്രിട്ടനിൽ ഇതുപോലെ ജാതി വ്യവസ്ഥ ഇത്രയ്ക്കും ക്രൂരമായിട്ട് നിന്നിട്ടുണ്ടോ? അതിനല്ല അവരുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ, അവരുടെ ഭരണഘടനയൊക്കെ വന്ന സമയം എന്ന് വെച്ചാൽ ഭയങ്കര ജനാധിപത്യം, ഭയങ്കര അങ്ങനത്തെ ഉള്ള കാലഘട്ടത്തിലാണ് വന്നത്. സോ അവിടെ ഈ ജാതീയത നമ്മുടെ ഇവിടുത്തെ പോലത്തെ ശക്തമായിട്ടുള്ളതൊന്നും അല്ല. സോ അപ്പോൾ അത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് അല്ലെങ്കിൽ അങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സാധ്യത കുറവാണ്. സോ അങ്ങനെ നമുക്കെടുക്കാം. ഈ അയിത്തം ഇതും നമുക്ക് അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് എയും സിയും വരുന്നത്. എയും സിയിൽ നമുക്ക് നിയമവാഴ്ച എന്നതിൽ കൂടുതലും നിയമത്തിന് സ്ട്രെസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആർട്ടിക്കിൾ 14 എന്നുള്ള രീതിയിലും അങ്ങനെയും കൂടെ പോകാം. പക്ഷേ ഇത് അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോകാം. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖല എന്ന് പറഞ്ഞേക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇപ്പം നമുക്ക് പുല്ലുണ്ട്, പുല്ല് കഴിക്കാൻ പുൽച്ചാടിയുണ്ട്. പുൽച്ചാടിയെ നമ്മൾ എന്ത് ചെയ്യും? കോഴി കഴിക്കും. കോഴി വല്ല പട്ടിയോ അല്ലെങ്കിൽ വല്ല കുറുക്കനോ പിടിക്കും. കുറുക്കനെ വല്ല പുലിയെ പിടിക്കും. അങ്ങനെ പോകുന്ന ആ ചെയിനാണ് ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്, അതായത് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ശൃംഖലയിൽ 2ാം പോഷണ തലം, അതായത് 2ാം തലത്തിൽ ആരാണ് നിൽക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തലത്തിൽ നമുക്കറിയാം പുല്ലാണെന്ന്. ഓക്കെ, ആ പുല്ല് ആരാണ്? സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. സൂര്യപ്രകാശത്താൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് പുല്ല്. ഓക്കെ, സെക്കൻഡ് വരുന്ന ആ പുല്ലിനെ തിന്ന് പുൽച്ചാടിയാണ്. അപ്പോൾ പുൽച്ചാടിയെക്കുറിച്ച് ചോദിക്കുന്നത് 2ാം പോഷണ തലത്തിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇയാൾ ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? ഉപഭോഗം ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത ആരാണ് വരുന്നത്? പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വരുന്നത് ഡി ആണ് ആൻസർ. ബിക്കോസ് പ്രാഥമികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഉപഭോക്താവ്. ആരെ ആദ്യത്തെ നമ്മൾ കഴിക്കുന്നു? ഉൽപ്പാദകരെ നമ്മൾ കഴിക്കുന്നു. ഓക്കെ, അതാണ് അർത്ഥം. സോ ഇവിടെ ആൻസർ ഡി ആണ്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്, ചിലർക്ക് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മിക്ക ആൾക്കാർക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയായിരിക്കും. എന്നാലും ഞാൻ പറയാം, ഇതിന് വേറൊരു തോട്ടുണ്ട്. ആ തോട്ട് പറയാൻ വേണ്ടിയാണ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത് എന്ന ചോദ്യം ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എ ചൈന, ബി ഇന്ത്യ, സി റഷ്യ, ഡി USA. ഓക്കെ, നമ്മൾ ഈ ചന്ദ്രനിലോട്ടൊക്കെ പേടകം ഇറക്കണമെങ്കിൽ എന്താണ്? കുറച്ച് പൈസയും കാര്യമുള്ള രാജ്യമായിരിക്കണം. അതായത് അത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടിയ തൊട്ട് കുറഞ്ഞതിലോട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് വരിക. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ട് ഏതാണ്? USA ആണ്. നമുക്ക് രണ്ടാമത് ഇന്നത്തെ അവസ്ഥയിൽ രണ്ടാമത് ചൈനയാണ്, മൂന്നാമത് റഷ്യയാണ്, നാലാമത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും പോസിബിലിറ്റി കുറവേതാണ്? ഏറ്റവും താമസിച്ച്
ചന്ദ്രനിലോട്ട് പേട അയക്കാൻ പോസിബിലിറ്റി ആരാണ്? ഇന്ത്യയാണ്. ബിക്കോസ് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഡെവലപ്മെൻറ്റ് കുറഞ്ഞത് ഇന്ത്യയാണ്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ബി, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോട്ടി കിട്ടും. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റഷ്യ, സെക്കൻഡ് 3, ചൈന 3ാമത്, ദെൻ ഇന്ത്യ 4ാമത്, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ തോട്ടിടുമ്പോൾ നമ്മൾ ഇങ്ങനെ തോട്ടിട്ടിട്ട് അതിനകത്തോട്ട് പോവുക. ഓക്കെ, ഈ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ഓപ്ഷൻ്റെ അകത്തോട്ട് പോകാം. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ചിലർക്ക് സംശയം തോന്നാൻ മതി. സോ അതുകൊണ്ട് അത് അവിടെ വെച്ചേരെ. അടുത്ത രണ്ടാമത്തെ നോക്കാം. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം. നമുക്കറിയാം ഒരു നിയമനത്തിന് വേണമെങ്കിൽ നമുക്ക് യോഗ്യത വേണം. നമ്മൾ ഇന്നത് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടിയ ആളായിരിക്കും ആദ്യം കയറുന്നത്, അങ്ങനെ കുറേ യോഗ്യത കാണുമല്ലോ. അതൊരു സവിശേഷതയല്ലേ, അല്ലാതെ സവിശേഷത അല്ലാത്തതല്ലോ. സോ അപ്പം സവിശേഷത ആയതുകൊണ്ട് സവിശേഷമായതുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കിയാൽ ബി 2 വരുന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്യും. സിയും കട്ട് ചെയ്ത് ബാക്കി നമ്മൾ എയും ഉണ്ട്, നമുക്ക് ഡിയും ഉണ്ട്. ഓക്കെ, ആ എയ്ക്കകത്തും ഡിക്കകത്തും നിങ്ങൾ നോക്കിയേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഉണ്ട്. അതായത് നമുക്ക് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ലെങ്കിൽ പോലും എന്താണ് അതാ നമ്മൾ കട്ട് ചെയ്ത രീതി വെച്ചിട്ട് നമ്മൾ ഓക്കെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി ബോധപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. ബാക്കിയുള്ളത് 3ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്ന് വായിച്ച് നോക്കിയേ. 3ാമത്തെ രാഷ്ട്രീയപരമായ വിധേയത്വം, 4ാമത്തെ തൊഴിൽ വൈദഗ്ധ്യം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ തൊഴിൽ വൈദഗ്ധ്യവും ഈ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ഒരേ കാറ്റഗറി പോലെ തോന്നുന്നില്ലേ? ഒരേ ഗ്രൂപ്പല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇപ്പോൾ ITS ഫീൽഡിലുള്ള ഒരാൾക്ക് ഇലക്ട്രീഷ്യൻ ആയിട്ട് വേണമെങ്കിൽ അയാൾക്ക് അത് വേണം, ആ തൊഴിൽ വൈദഗ്ധ്യം വേണം. സോ എന്താണ്, അപ്പോൾ ഇത് രണ്ടും ഒരേ രീതി ആയതുകൊണ്ട് ഒരേ സവിശേഷതയിൽ വരുന്നൊരു കാര്യമാണ്. ബാക്കി നമുക്ക് രാഷ്ട്രീയപരമായ വിധേയത്വം എന്ന് കിട്ടി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നൈസായിട്ട് ഡിയിലോട്ട് അങ്ങനെ എത്താൻ പറ്റും. രാഷ്ട്രീയപരമായ വിധേയത്വം ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പം അത്രയും വലിയതായിട്ട് സംശയിക്കുക പോലും ചെയ്യേണ്ട. പിന്നെ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ രീതിക്ക് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ചോദ്യം നോക്കാം. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയെന്ന് ചോദിച്ചാൽ? വികസന ബാങ്കുകൾ. ഓക്കെ, അപ്പം എന്തോ വികസനത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം. വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ 1, മൂലധനം, എൻ്റർപ്രൈസ്, മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുന്നു. സംരംഭകർക്ക് ഇടത്തരം, ദീർഘകാല, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു എന്നും പറയുന്നു. സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡാണ് എടുക്കുന്നത്. അതായത് ഒരേ ഗുണം അല്ലെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്നതിന് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ വ്യാവസായിക വികസനത്തിൻ്റെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വികസനത്തിന് വേണ്ടിയുള്ളൊരു ബാങ്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വ്യവസായ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത നോക്കിയാൽ മൂലധനം വ്യവസായത്തിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. എൻ്റർപ്രൈസ് ആവശ്യമുണ്ട്, മാനേജ്മെൻറ്റ് അതും ആവശ്യമുണ്ട്, എന്നിവിടെ ചാനലുകൾ നൽകുന്നു, അത് നൽകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടുന്ന് തന്നെ. നെക്സ്റ്റ് അടുത്ത നോക്കിയേ, ഈ 4ാമത്തെ നോക്കിയേ, സാമ്പത്തികവും ഓക്കെ വികസനം ഓക്കെ അതുമായിട്ട് ബന്ധമുണ്ട്. സാമ്പത്തികേതരവുമായ നോക്കിയേ, ഇവിടെ നോക്കിയേ മാനേജ്മെൻറ്റ്. അപ്പോൾ സാമ്പത്തികേതര എന്നുള്ളതായിട്ട് ഇവിടെ ബന്ധം വന്നു. സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു എന്നും പറയുന്നു. സോ ഇത് 3 ഒരു ഗ്രൂപ്പായി. ഇനി അവശേഷിക്കുന്ന ഈ ഒരെണ്ണേ ഉള്ളൂ. മൂന്നാമത്തെ പറയുന്ന സംരംഭകർക്ക് ഇടത്തരം ഓക്കെ ദീർഘകാല, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ ഈ ഹ്രസ്വകാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഹ്രസ്വകാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ലോണുകളാണ്. ഇപ്പം നമുക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ വേണം. നമ്മൾ ചെറിയൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു വായ്പ മേടിക്കും. അത് പെട്ടെന്ന് ചുരുങ്ങിയ കാലത്തിനകം തിരിച്ചടയ്ക്കും. അത് നമ്മുടെ വികസനത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണോ? അല്ല, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ വികസനത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ഹ്രസ്വകാല ധനസഹായം എന്ന് പറയുന്ന സാധനം വരത്തില്ല. അതൊരു കോമൺ സെൻസ് ആണ്. PSCക്ക് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് ചിന്തിച്ചെടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിക്കവാറും ആൾക്കാർ കാണാൻ പഠിച്ചിട്ട് അത് അതേപോലെ ചെയ്യാനാണ് പതിവ്. പക്ഷേ ഇത് നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഇങ്ങനെ ഓരോ വേർഡ്സിനും ഓരോരോ അർത്ഥങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ അർത്ഥങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പലയിടത്തും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹ്രസ്വകാലം എന്ന് പറയുമ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ തന്നേക്കുന്ന ഗ്രൂപ്പ്, അതായത് ഈ നമ്മൾ തന്ന ഈ 3ൻ്റെ അകത്തും ചേരാത്ത ഒരു സംഭവമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഹ്രസ്വകാലം എന്ന് പറഞ്ഞ് തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് ആയേനെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 എന്നുള്ളത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും.
സോ 3 എല്ലാം വെട്ടിക്കളഞ്ഞ് നമുക്ക് നൈസായിട്ട് നമ്മുടെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത്ര സിമ്പിളാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് കാണുമ്പോൾ വലിയ പാടായിട്ടൊക്കെ തോന്നും, പക്ഷേ ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, നാഗാലാൻഡ്. ഇനി നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെലിസ്കോപ്പാണ്, അതിനൊരു ബിൽഡിങ്ങിൻ്റെ അകത്തായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഓപ്ഷൻ ഒന്ന് കമ്പയർ ചെയ്ത് അത് റിലേറ്റീവ്ലി ഏതാകാൻ ചാൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. മേഘാലയ, നാഗാലാൻഡ് ഇതൊരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണല്ലോ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ എങ്ങനെയാണ്, റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണോ, അവർ സ്ഥിരമാണോ? ഐ മീൻ അവിടെ എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണം പറയാം മിസോറാമിലാണെങ്കിലും പ്രശ്നം ഉണ്ടായില്ലേ, ഇപ്പം നാഗാലാൻഡിൽ നാഗാ മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട്. സോ അപ്പം അത് തന്നെയല്ല ഇത് ആദ്യത്തേതെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടായിരിക്കും അത് എന്താ പറയുക ആ ടെലിസ്കോപ്പ് സ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇതടിച്ച് പൊടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല കാര്യം. സോ അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്തുനിന്ന് റിലേറ്റീവ്ലി ചിന്തിക്കുകയാണ്. ഓക്കെ, ഇനി ജാർഖണ്ഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഈ നക്സൽ പ്രശ്നങ്ങളും മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ത്രെട്ട് ഉണ്ടാകും. സോ അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് റിലേറ്റീവ്ലി കുറച്ച് ത്രെട്ട് അല്ലെങ്കിൽ കുറേയേറെ സ്റ്റേബിൾ ആയിട്ടുള്ള ഉത്തരാഖണ്ഡാണ്. സോ നമുക്ക് ഉത്തരാഖണ്ഡ് ഓപ്ഷൻ നമ്മൾ അങ്ങനെ ചിന്തിച്ച് അതിലോട്ട് പോകാൻ പറ്റും. അതേസമയം ഇപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള 3-4 ഓപ്ഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലോജിക്കലി നമുക്കങ്ങനെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ പക്ഷേ അവർ ഓപ്ഷൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓപ്ഷൻ പല ഓപ്ഷനും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ ചിന്തിച്ചെടുക്കാൻ പറ്റും. മറ്റേ രീതിയിലാണ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അപ്പം നമ്മളത് ലീവ് ചെയ്യാമെന്നായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, നമുക്കറിയത്തില്ലെങ്കിൽ ലീവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ എ പാലക്കാട്, ഇടുക്കി, ഓപ്ഷൻ ബി കണ്ണൂർ, കൊല്ലം, ഓപ്ഷൻ സി എറണാകുളം, കോഴിക്കോട്, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കണ്ടൽ വനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ്ലാൻഡാണ്. അത് കടലിൻ്റെ കായലിൻ്റെ തീരത്തൊക്കെ നമ്മൾ കാണപ്പെടുന്നതാണ്. കേട്ടിട്ടില്ല സുന്ദർബൻസ് എന്നൊക്കെ. സോ നമുക്ക് ഇവിടെ കടലോ അല്ല കായലോ ഉള്ളത് നോക്കാം. ഇവിടെ കണ്ണൂർ, കൊല്ലം നമുക്കറിയാം കടലുണ്ട്, കായലുണ്ട്. സോ നമുക്ക് ബി നമ്മുടെ ബേസിക് നോളജ് വെച്ച് നമുക്കറിയാം. നമുക്ക് സിയും അതുപോലെ തന്നെ അറിയാം, എറണാകുളം, കോഴിക്കോട്, കാരണം കൊച്ചിയൊക്കെ നമുക്കറിയാവുന്നതാണ്. സോ അപ്പോൾ ഈ മേൽ പറഞ്ഞവയെല്ലാം എന്നുള്ളത് അപ്പോഴേ വെട്ടിപ്പോയി. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അത് വെട്ടിപ്പോയി. ബിക്കോസ് കാണപ്പെടാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ബാക്കി വരുന്നത് ഏതാ? ഈ ഓപ്ഷൻസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇടുക്കിയിൽ നമുക്കറിയാം കടലില്ല, പാലക്കാടും കടലില്ലെന്നറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ കമ്പയർ ചെയ്തിട്ട് ഓപ്ഷൻ എയിലോട്ട് വന്നിട്ട് അത് ഉത്തരവൊന്ന് സിമ്പിളായിട്ട് കണ്ടെത്തിയിട്ട് ഓപ്ഷൻ എ എന്ന് പറഞ്ഞ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ പഠിച്ച് വെച്ചിട്ടായിരിക്കും ടിക്ക് ചെയ്ത് നേരെ അങ്ങ് പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല, വേറൊരു തോട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ അറിയാവുന്ന നൈസായിട്ട് ഡൽഹി എന്ന് പറഞ്ഞെങ്കിൽ ടിക്ക് ചെയ്തു പോകും. അറിയത്തില്ലാത്തവരൊരു കാര്യം ആലോചിച്ചാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ നമുക്കറിയാം PM ആണെന്നറിയാം, പ്രധാനമന്ത്രിയാണെന്നറിയാം. സോ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. അപ്പോൾ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വിളിച്ചു കൂട്ടാനും കാര്യങ്ങൾക്കും വേണ്ടി പുള്ളിയുടെ സൗകര്യത്തിന് ഇണങ്ങുന്ന ഒരു സ്പേസ് ആയിരിക്കും എന്താണ് ഇതിൻ്റെ ആസ്ഥാനമായി വെച്ചിരിക്കുന്നത്. സോ കാരണം ഡൽഹി എന്ന് വെച്ചാൽ ഭരണ കേന്ദ്രം ഇന്ത്യയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ ആകാൻ ചാൻസ്? ന്യൂഡൽഹി. മനസ്സിലായോ? ലോജിക്കലി ന്യൂഡൽഹി. അപ്പോൾ അറിയാവുന്നൊരു വേക്ക് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവനെടുത്ത് ഇത് ചെയ്യുന്നത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിന് വേറെ ഒരു തോട്ട് ഇട്ട് തരാം നിങ്ങൾക്ക്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോകാം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഓപ്ഷൻസിൽ ആദ്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? നിങ്ങളൊന്ന് നോക്കിയേ. സി നമുക്ക് സിമ്പിളി എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇതല്ല ആൻസർ, നീതി ആയോഗ്. ഓക്കെ, നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അടുത്തത് നമുക്ക് നോക്കാം. അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്, അന്ന എന്ന് വെച്ചാൽ ഫുഡാണ്. ഓക്കെ, പിന്നെ ഫുഡിനെക്കുറിച്ച് പറയുന്നത്, ഭവനത്തെക്കുറിച്ച് പറയാം. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് ഒരു സ്കീമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതുമായിട്ട്.
അടുത്ത പഞ്ചവത്സര പദ്ധതി. നമ്മൾ ചിലർ ചിന്തിക്കും അടുത്ത 5 വർഷം. സോ അപ്പം പഞ്ചവത്സര പദ്ധതി അല്ലേ, അതിനകത്താണോ ഇനി എന്നാലോചിക്കും. സോ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ എന്ന് പറയുന്നുണ്ട്. സോ കേരളത്തിലെ ഒരു പദ്ധതിയാണ്, അത് പഞ്ചവത്സര പദ്ധതിക്കകത്ത് എങ്ങനെ വരുന്നത്? കാരണം അത് ഇന്ത്യ മൊത്തത്തിൽ വരേണ്ട ഒരു പദ്ധതി ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ബാക്കി വരുന്നത് നമ്മൾ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ബിയിൽ പേര് തന്നെ ലൈഫ് മിഷൻ, ലൈഫ് ജീവിതം. സോ അവർക്കൊരു ജീവിതം കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലോജിക്കലി അത് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇവിടെ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. പക്ഷേ മിക്ക ആൾക്കാരും പഠിച്ചിട്ട് ഇത് ലൈഫ് മിഷൻ എന്നായിരിക്കും പറയുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഒരു തോട്ടിലൂടെ അറിയാത്ത ഒരാൾ എത്താൻ പറ്റും എന്നാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തന്നത്. നോക്കാം, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിസ്കോസിറ്റി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. സംഭവം ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് തേനോ ഉണ്ട്, മറ്റൊരു പാത്രത്തിൽ നമുക്ക് വെള്ളമുണ്ട്. അപ്പം വെള്ളം നമ്മൾ കമഴ്ത്തി ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഒഴുകിപ്പോവും. തേനും കമ്പയർ വിത്ത് തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ പതിയായിരിക്കും ഒഴുകി വരുന്നത്. അതായത് തേന് വിസ്കോസിറ്റി കൂടുതലാണ്, ആ ഒഴുകാനുള്ള ഇത് എന്താണ് അതിന് കുറവാണ്. അതായത് വിസ്കോസിറ്റി അതിന് കൂടുതലാണ്. വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ടാണ് അത് ഒഴുകാത്തത്. സോ ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സോ ഇവിടെ ചോദിച്ചേക്കുന്ന അങ്ങനെ ഒഴുകാനുള്ള ആ ഒരു കഴിവിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആ കഴിവ് കൂടുന്നു, കുറയുന്നു, വ്യത്യാസപ്പെടുന്നില്ല, ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ ഈ നെയ്യ് എടുത്ത് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് പിന്നെ ആദ്യം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന പോലെ വന്നിട്ട് പിന്നെ ഉരുകി ഭയങ്കര വെള്ളം പോലെ ആകത്തില്ലേ. അപ്പം താപം കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, വിസ്കോസിറ്റി കുറയുകയായിരിക്കും ചെയ്യുന്നത്. കാരണം അത് ഒഴുകാനുള്ള ശക്തി അതിന് കൂടും, നെയ്യുടെ ഉദാഹരണം പറഞ്ഞ പോലെ. സോ അത്ര സിമ്പിളാണ്. സോ ഈ വിസ്കോസിറ്റി എന്ന് പറയുന്ന വാക്ക് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി എന്ന് വെച്ചാൽ വിവാദമായ, ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു വിവാദം. ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഫെഡറൽ വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, യൂണിയനുണ്ട്, കുറേ സംസ്ഥാനങ്ങളുണ്ട്, സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോസി ടൈപ്പാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് മറ്റ് ഫെഡറൽ വ്യവസ്ഥയെ അപേക്ഷിച്ച് അത്രമാത്രം സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ വ്യവസ്ഥിതി വെച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്, വിവാദമായതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ ഓപ്ഷൻ ഡി ഒന്ന് നോക്കിയാൽ ഗവർണറിനെ ആരാണ് നിയമിക്കുന്നത്? കേന്ദ്രമാണ് നിയമിക്കുന്നത്. അയാൾ സംസ്ഥാനത്തിൻ്റെ ഹെഡും കൂടാണ്. സോ അപ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനത്തിന് മേളിൽ ആർക്ക്, യൂണിയന്, കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരം ഗവർണർ വഴി ചെലുത്താൻ കഴിയും. അപ്പോൾ അവിടെ ഒരു ടെസ്റ്റിൽ ഒരു വിവാദപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ എ ആൻഡ് ബി അത് യൂണിയനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അത് സംസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഫെഡറൽ വ്യവസ്ഥയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു കാര്യമാണ്. സി മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അയാളുടെ കാര്യം. അത് എന്താ പറയുക, യൂണിയനുമായിട്ട് അങ്ങനെ പ്രശ്നത്തിലുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. ഇവിടെ ചാൻസ് സംസ്ഥാനങ്ങൾ, അതായത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഫെഡറൽ വ്യവസ്ഥിതികൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ സംസ്ഥാനങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തിന് മേലെ ഗവർണറെ വെച്ചിട്ട് എന്ത് ചെയ്യും, യൂണിയന് വിവാദപരമായിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സോ ഈ ആൻസർ വളരെ സിമ്പിളായിട്ടൊരു ആൻസറാണ്. നമുക്കൊരു മാത്സ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 5നെയും 10നെയും കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കിനും അത് 3 കിട്ടിയിരിക്കണം. അല്ലാതെ 5 മാത്രം എടുത്ത് ഹരിക്കുമ്പോൾ 3 കിട്ടുക അങ്ങനല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 15 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കിന് 3 കിട്ടുന്ന, ഇപ്പോൾ 18 എടുത്താൽ 3 കിട്ടും. പക്ഷേങ്കിൽ 10 ആകുമ്പോഴോ, 10നെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 18 എന്ന് പറഞ്ഞാൽ 3 കിട്ടുമോ? ഇല്ല. അപ്പം ഇതിന് ഒരുമിച്ച് 3 നമുക്ക് ശിഷ്ടം കിട്ടണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 5ൻ്റെയും 10ൻ്റെയും എൽസിയം കണ്ടുപിടിക്കണം. സോ എൽസിയം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൽസിയം ഇതിനകത്ത് 10 വരുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ശിഷ്ടം 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് 10നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം ഒന്നുമില്ല.
10നെ 11 കൊണ്ട് കഴിച്ചാൽ ശിഷ്ടം 1 കിട്ടും, 10നെ 12 കൊണ്ട് കഴിച്ചാൽ ശിഷ്ടം 2 കിട്ടും, 10നെ 13 കൊണ്ട് കഴിച്ചാൽ ശിഷ്ടം 3 കിട്ടും. സോ അപ്പോൾ നമുക്ക് 13 കൊണ്ട് കഴിച്ചാൽ 3 കിട്ടുമെന്നും അറിയാം. ഈ 10 എന്ന് പറയുന്നത് എന്താണ്? ഈ 5ൻ്റെയും 10ൻ്റെയും LCM കൂടാണ്. അപ്പം ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയാം. സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ തുല്യ അന്തരം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ആദ്യത്തെ LCMൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 3 കൂട്ടിയപ്പോഴത്തേക്കിന് നമുക്ക് 13 കിട്ടി. അപ്പോൾ ഈ 13ൽ നിന്ന് പിന്നെ ഇത് കൂട്ടി പോയാൽ, അതായത് 10 കൂട്ടി പോയാൽ മതി. നമ്മുടെ LCM കൂട്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ആ വ്യത്യാസം കിട്ടും. അതായത് ആൻസറിൻ്റെ B ആണ് ആൻസർ. അത്രയേ ഉള്ളൂ. നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ എന്ന് ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെയാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ അധികാരം ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്, അത് കൂടുതലൊന്നും ആലോചിക്കാൻ പോലും ഇല്ലാത്ത സിമ്പിൾ തോട്ടാണത്. ഓക്കെ. രണ്ടാമത്തെ, കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക എന്നാണ് പറയുന്നത്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ കേരളം ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ എന്താണ്, കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ മാത്രമുള്ള ആപ്ലിക്കബിൾ ആകുന്നത്. പക്ഷേങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും അത് എല്ലാ സംസ്ഥാനത്തും ആപ്ലിക്കബിൾ ആകത്തില്ലേ? സോ അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിനകത്ത് ഒരു വൈഡർ സെൻസ് ഏതാണ് വരുന്നത്? അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് കൂടുതലും റീജൻസ്, അതായത് കൂടുതലും പ്രദേശങ്ങളെ കവർ ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ളത്. അത് തന്നെയല്ല, കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ്റുകളെക്കാട്ടും ശക്തമാണ്. ബിക്കോസ് നമ്മുടെ ഇവിടെ ട്രൂ ഫെഡറൽ സിസ്റ്റം അല്ല, ഒരു കോസി ഫെഡറൽ ടൈപ്പ് ഉള്ള ഒരു സിസ്റ്റമാണ്. സോ ആ ഒരു തോട്ടിൽ ഇത് സിംപ്ലി ശരിയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ വായിച്ച് വെച്ചിട്ട് ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ തെറ്റാൻ ചാൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് രണ്ടും കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആൻസറിലോട്ട് എത്താൻ പറ്റും. നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്കൊന്ന് വായിച്ചു വിടാം. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വേറൊരു തോട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനുണ്ട്, മക്കളുണ്ട്. ഓക്കെ, മക്കൾക്ക് ഇന്ന അധികാരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാമെന്ന് അച്ഛൻ പറയുമോ? അപ്പം അച്ഛൻ പറഞ്ഞ അധികാരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അച്ഛൻ പറയാത്തതും അതിനകത്ത് കിട്ടി എന്നതിൻ്റെ അർത്ഥമുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇവിടെ യൂണിയനാണ് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാൾ. അപ്പം അയാൾ ഇന്ന അധികാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് സംസ്ഥാനങ്ങളോട് പറഞ്ഞ്, അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലുണ്ട്. അപ്പം ബാക്കി വരുന്ന അധികാരങ്ങൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? യൂണിയനിലോട്ട് തന്നെയായിരിക്കും പോകുന്നത്, അതായത് കേന്ദ്രത്തിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. സോ ആ ഒരു തോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് തെറ്റാന്ന് എടുക്കാൻ പറ്റും. അത് തന്നെയല്ല, ഇതും തമ്മിൽ വിപരീത ബന്ധമാണ്. ഇതിനകത്ത് യൂണിയൻ ശക്തനാന്ന് പറയുന്നത്, ഇതിനകത്ത് യൂണിയനെക്കാട്ടും ശക്തൻ സംസ്ഥാനമാണെന്ന് പറഞ്ഞു ഒരു രീതി വായിച്ചാൽ. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും ഓപ്ഷൻ്റെ അകത്തോട്ട് വരാം. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്, പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഉൾപ്പെടാതിരിക്കാൻ നമുക്കറിയത്തില്ലെന്ന് വെക്കാം. ഓക്കെ, സോ നമ്മൾ 2 ശരിയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ സിമ്പിളായിട്ട് കിട്ടും. അത് തന്നെയല്ല, ഇപ്പോൾ 3 നമ്മൾ തെറ്റാണെന്ന് ലോജിക്കലി എടുക്കുകയും ചെയ്തു. സോ നമുക്കപ്പോൾ ഉറപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്ന് അറിയാവുന്നവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്കിനും അവർക്ക് ഈ Bയും Aയും കട്ട് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി വരുന്ന 3ഉം Dയും Cയും Dയും ആയിരിക്കും ഉള്ളത്. അപ്പോൾ അവർക്ക് സിമ്പിളി അറിയാം ഒന്നാമത്തെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന. അപ്പോൾ ഒന്നറിഞ്ഞാൽ മതി, ഓക്കെ ഇത് ശരിയാണെന്ന് കൊടുക്കാൻ പറ്റും. മനസ്സിലായി? ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മതി. അപ്പം കൂടുതൽ ആൻസർ ആകാൻ ചാൻസ് ഒന്നല്ലേ. സോ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം, ഇങ്ങനെയും എടുക്കാം. അതായത് ഒരു ക്വസ്റ്റ്യനകത്ത് പല രീതിയിൽ നമുക്ക് ചിന്തിച്ച് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, if you feel this content is beneficial for you, then you have to subscribe and support this channel. Thank you for watching.